Hello everyone. അപ്പോൾ ഞാൻ ഇന്ന് വേറെ ഒരു ഡിഷ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സാൻഡ്വിച്ച് ആണ്. ചിക്കൻ കീമ സാൻഡ്വിച്ച്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. അതിന് മുന്നേ എന്തൊക്കെ സാധനങ്ങൾ വേണ്ടതെന്ന് ഞാൻ പറയാം. ഇവിടെ ഞാൻ ഒരു മീഡിയം സൈസ് സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. അതുപോലെ ഒരു മീഡിയം സൈസ് തക്കാളി ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു അര സ്പൂൺ നമ്മൾ ചെറുനാരങ്ങ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ട ചിക്കൻ കീമയാണ്. അപ്പം ചിക്കൻ കീമ ഞാൻ കുറച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. നമുക്ക് നമ്മുടെ കുറച്ച് മസാലകളൊക്കെ ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചാണ്. കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. പിന്നെ വേണ്ട ബാക്കിയുള്ള പൊടികളാണ്. നമ്മളെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല ഇടും നമ്മൾ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ മെയിനായിട്ടുള്ള നമ്മുടെ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ബ്രെഡ്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന യോമീൻ്റെ ബ്രെഡാണ് ഇവിടെ സാൻഡ്വിച്ചിന് യൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ബട്ടറും. ആ ബട്ടർ ഞാൻ യൂസ് ചെയ്യുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്. നമ്മൾ നേരിട്ട് ഫ്രിഡ്ജിനെടുത്തുള്ള ബട്ടർ യൂസ് ചെയ്ത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് സ്പ്രെഡ് ചെയ്യേണ്ടതാണ് ബ്രെഡിൽ നന്നായിട്ട്. അത് മര്യാദയ്ക്ക് സ്പ്രെഡ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ ബ്രെഡ് ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് സോഫ്റ്റ് ബട്ടറാണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ ഞാൻ ഇതിന് യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലാണ്, അല്ലാതെ നമ്മുടെ കോക്കനട്ട് ഓയിലല്ല. സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടാണ് ഞാൻ കീമ ഫസ്റ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം നമ്മൾ ചിക്കൻ കീമ ആദ്യം നമുക്ക് ഉണ്ടാക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കത് സാൻഡ്വിച്ച് ആക്കിയിട്ട് മാറ്റാം. അപ്പോൾ ഇവിടെ ഞാൻ ഒരു ചീൻചട്ടി ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുകയാണ്. ഇപ്പം നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ ഫില്ലിംഗ് ആണ്. എണ്ണയൊന്ന് നന്നായി ചൂടാവട്ടെ. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇടാൻ പോകുന്നത് നമ്മുടെ സവാളയാണ്. അപ്പോൾ ഞാൻ ആദ്യം സവാള ഇടുകയാണ്. നമ്മൾ സവാള ഇട്ടു. അതൊന്ന് നന്നായിട്ട് എണ്ണയിലൊന്ന് നന്നായിട്ട് വാടണം സവാള. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാൻ, വാടി കിട്ടാൻ. കുറച്ച് ഉപ്പ്. ഞാൻ ഫുൾ ഫ്ലെയിമിലാണ് തീ വെച്ചിരിക്കുന്നത്. പൊതുവേ നമ്മൾ കീമ എന്ന് പറഞ്ഞാൽ മീറ്റ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഭയങ്കര മിൻസ്ഡ് ആയിട്ടുള്ള മീറ്റാണല്ലോ, അതിൽ ബോൺലെസ് ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് മിൻസ് ആയിട്ട് എടുത്തിട്ടാണ് നമ്മൾ കീമയാക്കുന്നത്. അപ്പോൾ നമുക്ക് ചിക്കൻ്റെ കീമ ഉണ്ട്, ബീഫിൻ്റെ ഉണ്ട്. അപ്പം ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ കീമയാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഈ ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ നല്ല ഡ്രൈ ആവണം. കാരണം നമുക്കത് സാൻഡ്വിച്ച് ആക്കേണ്ടതല്ലേ. അപ്പോൾ അതിൽ വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ ബ്രെഡിലത് പെട്ടെന്നായിട്ട് ബ്രെഡ് സോഫ്റ്റ് ആയി പോകും, പെട്ടെന്ന് ഇങ്ങനെ സോഗി ആയി പോകും ബ്രെഡ്. അപ്പോൾ അതിന് നമ്മൾ നല്ല ഡ്രൈ ആയിട്ട് തണുത്തിട്ട് വേണം നമ്മളത് ഫില്ലിംഗ് ആക്കാൻ. അതുകൊണ്ട് നമ്മൾ സവാളയൊക്കെ നല്ലോണം വാടി നല്ല ഒതുങ്ങി വരണം നമ്മളെ ഫില്ലിങ്ങിൽ. അപ്പോൾ ഇതാ സവാള ഒരുമാതിരി ആയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് നമ്മുടെ തക്കാളി ചോപ്പ് ചെയ്ത് വെച്ചില്ലേ അത് ഇടുകയാണ്. അപ്പം തക്കാളി ഇട്ടു.
അപ്പോൾ തക്കാളിയും അതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് വാടി വരട്ടെ. വാടി വന്നതിന് ശേഷം നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. അപ്പോൾ പൊതുവേ നമ്മുടെ കീമയുടെ കളറും നമ്മൾ ചിക്കൻ വൈറ്റ് മീറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് അധികം ബ്രൗൺ ആവില്ല. ഒരു ചെറിയൊരു റെഡിഷ് കളറുള്ള ഫില്ലിംഗ് ആയിരിക്കും. അപ്പോൾ തക്കാളി നന്നായിട്ടൊന്ന് വാടി വന്നു. അപ്പം ഞാൻ ഇനി ഇതിലോട്ട് നമ്മുടെ കീമ ആഡ് ചെയ്യാണ്. ചിക്കൻ കീമ അപ്പം നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇത് കാണുമ്പോൾ ഏകദേശം ഒരു നമ്മുടെ ഇപ്പം എഗ് ബുർജീനൊക്കെ പോലെ ഇങ്ങനെ പൊടിഞ്ഞു പോലെ ഇരിക്കും. കാരണം നമ്മൾ മീറ്റ് മിൻസ്ഡ് ആണല്ലോ, നമ്മൾ പീസസ് അല്ലല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ പൊടി പോലെ ഇരിക്കും നമ്മുടെ ഫില്ലിങ്. അപ്പോൾ ഇതിലോട്ട് ഞാൻ എൻ്റെ പൊടികൾ ആഡ് ചെയ്യാണ്. കുറച്ചൊന്ന് തീ നല്ല ചൂടായതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് തീ താത്തി വെച്ചു. അപ്പം മഞ്ഞപ്പൊടി ആദ്യം ഇടുന്നത് 1/2 ടീസ്പൂൺ. മുളക് പൊടി ഞാൻ 1/2 ടീസ്പൂൺ ആഡ് ചെയ്യുന്നത്. മല്ലിപ്പൊടി ഒരു ഫുൾ ടീസ്പൂൺ. എന്നിട്ട് നമുക്കിതൊന്ന് മൊത്തമായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കീമയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഗ്രീൻ പീസ് ഇടും. ഞാനിവിടെ ഗ്രീൻ പീസ് ഇടുന്നില്ല. ജസ്റ്റ് നമ്മുടെ ചിക്കൻ കീമയും ബാക്കി മസാലകളും ഉള്ളിയും തക്കാളിയും ഒക്കെ ഇട്ടിട്ടാണ് അത് റെഡിയാക്കുന്നത്. അല്ലേ പൊടിഞ്ഞു പോലെ ഇരിക്കും. ഇത് പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് വെന്തും കിട്ടും. കണ്ടില്ലേ? ഇനി ഇത് വേവാൻ വേണ്ടി നമ്മൾ എന്തായാലും വെള്ളം ഒഴിക്കും. കാരണം നമ്മുടെ ചിക്കൻ ഇപ്പോഴും വെന്തിട്ടില്ലല്ലോ. അപ്പം അത് വെന്ത് കിട്ടണം. അതിനുവേണ്ടി നമ്മൾ അതിനാവശ്യത്തിനുള്ള വെള്ളവും അതിലൊഴിക്കണം. ഇപ്പം ഞാൻ പൊടികൾ മാത്രമേ ഇട്ടുള്ളൂ. ഇത് അങ്ങനെ ഞാനത് മിക്സ് ചെയ്തു നന്നായിട്ട്. എന്നിട്ടിപ്പം നമുക്ക് വേണ്ട വെള്ളം ഇതിലേക്ക് ഞാൻ ഒഴിക്കുകയാണ്. ഞാൻ തീയും കൂട്ടി വെക്കുകയാണ്. അപ്പോൾ ഇത് ഒന്ന് വെന്ത് വരട്ടെ. ഒന്ന് തിളച്ച് വന്നിട്ട് നമുക്ക് ഉപ്പും നോക്കാം. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ആ മസാലയും ഒന്ന് ആഡ് ചെയ്യാം. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഒന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ കീമ കുറച്ച് വെള്ളമൊക്കെ വറ്റി റെഡിയായി വരുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് ഇപ്പം ഗരം മസാല ഇടുകയാണ്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. എന്നിട്ട് മിക്സ് ചെയ്യാണ്. ഇത് പെട്ടെന്ന് വേവും. നമ്മൾ മീറ്റ് അത്ര വലിപ്പമില്ല, പൊടിഞ്ഞിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് വേവും ഇത്. പക്ഷെ നല്ലോണം ഡ്രൈ ആവണം. ഇപ്പോഴും വെള്ളമുണ്ട് ഇതിൽ. നല്ലോണം ഡ്രൈ ആവണം. ഞാൻ
ഞാൻ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ആ ഒരു അര സ്പൂൺ ഇത് എന്താ പറയുക നമ്മുടെ നാരങ്ങ നീര് അതും കൂടി ഒന്ന് മിക്സ് ചെയ്യാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയില ആഡ് ചെയ്യാം. ഞാൻ മല്ലിയില ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് വറ്റി ഡ്രൈ ആവട്ടെ. നമുക്കതൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാ നമ്മുടെ കീമ ഇവിടെ ഞാനൊരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാം ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. കണ്ടില്ലേ, കുറച്ച് ചൂടാറാനുണ്ട്, എന്നാലും കുഴപ്പമില്ല. നമുക്ക് നന്നായി ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതാ ഞാനിപ്പോൾ 2 ബ്രെഡ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ബട്ടർ നമ്മുടെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഈ ബട്ടർ നമ്മളെ ബ്രെഡിൽ കുറച്ച് സ്പ്രെഡ് ചെയ്യാണ്. ഈ ബ്രെഡ് ഡ്രൈ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബട്ടർ സ്പ്രെഡ് ചെയ്യുന്നത്. അതേപോലെ രണ്ടാമത്തേലും ബട്ടർ കുറച്ച് സ്പ്രെഡ് ചെയ്യാണ്. ഓക്കെ, എന്നിട്ട് ഇനി നമുക്ക് കീമ ഫില്ല് ചെയ്ത് തുടങ്ങാം. ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കത് ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് ഒരു ലെയർ പോലെ കിട്ടും. നിങ്ങൾക്ക് കൈ യൂസ് ചെയ്യണമെങ്കിൽ കൈ യൂസ് ചെയ്തിട്ട് അത് നല്ല ബ്രെഡിൻ്റെ ഷേപ്പിൽ നമുക്ക് അതങ്ങനെ എല്ലാ സൈഡിലും നമുക്കത് ചെയ്ത് കൊടുക്കാം. ഇതാ ഓക്കെ. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് മറ്റേ സ്ലൈസ് വെച്ചിട്ട് ഇത് അടയ്ക്കുകയാണ്. എന്നിട്ടൊന്ന് പ്രസ് ചെയ്യാണ്. കുറച്ച് ബട്ടർ ഞാനൊന്ന് ഇതിൻ്റെ മേളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് ഇതിപ്പോൾ ഇവിടെ പാന് ഞാനിവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മളെ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബട്ടർ ഇതിലേക്ക് ഇടുകയാണ്. എന്നിട്ട് ഈ ബട്ടറിൻ്റെ ഭാഗം ഞാനിതാ താഴോട്ട് വെച്ച് കൊടുക്കണം. എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ തീ ഒന്ന് താത്തി കൊടുക്കാം. ഓക്കെ, അതേപോലെ അത് അവിടെ നിന്ന് ആവുകയാണ്. അതേപോലെ ഞാൻ 2 സ്ലൈസും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. സെയിം രീതിയിൽ നമുക്ക് ആദ്യം ബ്രെഡിൽ ഒന്ന് കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. രണ്ടാമത്തേലും കുറച്ച് നമുക്ക് സ്പ്രെഡ് ചെയ്യാം. എന്താ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആദ്യം വെച്ചത് മറന്നു പോവല്ലേ, അത് അവിടെ ആവുന്നുണ്ട്. നമുക്കത് തിരിച്ചു കൊടുക്കണം. ആദ്യത്തെ ഭാഗം നല്ല ഒന്ന് ക്രിസ്പി ആയി കഴിഞ്ഞാൽ നമുക്കത് തിരിച്ചു ഇടാം. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പം ഞാൻ ഇതിൽ നമ്മൾ ആദ്യം ചെയ്ത പോലെ കീമ സ്പ്രെഡ് ചെയ്യാണ്. രണ്ടാമത്തെ സാൻഡ്വിച്ചിൽ കീമ സ്പ്രെഡ് ചെയ്യാണ്. സ്പ്രെഡ് ചെയ്താണ്. എന്നിട്ട് നമ്മുടെ രണ്ടാമത്തെ സ്ലൈസ് ഞാൻ ഇതിൻ്റെ മുകളിൽ വെച്ചു. ഇതൊന്ന് മൂവ് ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ, ആദ്യം നമ്മൾ വെച്ചത്. എന്നിട്ട് കുറച്ച് ബട്ടർ
മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് നമ്മളിതാ നേരെ ഇവിടെ വന്ന് ആ ബട്ടറിൻ്റെ ഭാഗം താഴെ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ആദ്യത്തേത് നമ്മുടെ ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ട് നമ്മുടെ ഉള്ളിൽ ആ കീമി ഫില്ല് ചെയ്തിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇതാ, അപ്പം ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. മറ്റേത് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ബട്ടർ കുറവാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് തിരിച്ചിട്ട് നോക്കാം. അതാ ഇവിടെ ആയി വരുന്നുണ്ട്. ഈ ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ക്രിസ്പി ആയിട്ടുണ്ട്. മറ്റേ ഭാഗം കൂടി നമുക്ക് നന്നായിട്ട് ക്രിസ്പി ആക്കാം. ആയിക്കഴിഞ്ഞു. അപ്പം ഞാനിതിപ്പം ഓഫാക്കിയിട്ടുണ്ട് ബേണർ. ഇതും ഞാൻ ആ പ്ലേറ്റിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ കീമ സാൻഡ്വിച്ച്. ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. കാരണം എന്താ വെച്ചാൽ വെജിറ്റബിൾസ് ഒന്നുമില്ല, ആകെ തക്കാളി ഉള്ളി മാത്രമേ ഉള്ളൂ. അപ്പം പിള്ളേർക്ക് പൊതുവേ വെജിറ്റബിൾസ് കഴിക്കാൻ മടിയാണ്. ഇതിനുള്ള ചിക്കനാണ്. ചിക്കൻ എന്ന് പറഞ്ഞാൽ മൊത്തം പ്രോട്ടീനുമാണ്. അപ്പോൾ അവർക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ളത് ഒരു സംഭവമാണ്. നമ്മൾ ഡയറ്റൊക്കെ ചെയ്യുന്നവർക്കും നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ പ്രോട്ടീനാണ് മെയിനായിട്ടുള്ളത്, ചിക്കൻ അല്ലേ മെയിനായിട്ടുള്ളത്. അപ്പം അവർക്കും ഇത് നല്ലതാണ്. കുറച്ച് ബട്ടർ ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ ബട്ടർ നമുക്ക് വേണ്ടെങ്കിൽ നമുക്കത് അവോയ്ഡ് ചെയ്യാം. വല്ലാണ്ട് ഡയറ്റ് കോൺഷ്യസ്, നമ്മൾ ഹെൽത്ത് കോൺഷ്യസ് ഉള്ളവർക്ക് ബട്ടർ വേണമെങ്കിൽ സ്ലൈറ്റായിട്ട് ഒന്ന് അവോയ്ഡ് ചെയ്യാം. പക്ഷെ പിള്ളേർക്ക് ഇത് സോസൊക്കെ കൂട്ടി കഴിക്കാൻ വളരെ ഇഷ്ടമുള്ള സാധനമായിരിക്കും, ഡിഷായിരിക്കും. നിങ്ങളിത് ട്രൈ ചെയ്യണം. ഇത് എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. ഈവൻ ബ്രേക്ക്ഫാസ്റ്റിനോ നിങ്ങൾക്ക് ടിഫിനിൽ കൊടുത്തു വിടാനോ അല്ലെങ്കിൽ ഡിന്നറിനോ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം. കമൻറ്റ്സ് എന്തെങ്കിലും കമൻറ്റ്സ് ഇടണം. പിന്നെ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം വീണ്ടും വേറൊരു ഡിഷുമായിട്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.